നമസ്കാരം. NCTV വാർത്തകളുമായി ഞാൻ സെബി ജോർജ് തെക്കൂടൻ. ആദ്യം പ്രധാന വാർത്തകൾ. കല്ലൂർ പാറക്കാട് ഉന്നതിയിൽ ഇടിമിന്നലിൽ 2 വീടുകൾക്ക് നാശനഷ്ടം. വൈദ്യുതോപകരണങ്ങളും വൈദ്യുത സാമഗ്രികളും നശിച്ചു. ശക്തമായ കാറ്റിലും മഴയിലും ആമ്പല്ലൂരിൽ വൈദ്യുത ലൈനിന് മുകളിലേക്ക് മരം ഒടിഞ്ഞു വീണു. പട്ടണാത്രയിൽ കിണറിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു. ചെളിക്കുളമായി കുറുമാലി ദേശീയപാത, അപകടഭീതിയിൽ യാത്രക്കാർ. കാറും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ അവിട്ടത്തൂർ സ്വദേശി മരിച്ചു. മരണം എറണാകുളത്തെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ. വിശദമായ വാർത്തകളിലേക്ക്. കല്ലൂർ പാറക്കാട് ഉന്നതിയിൽ ശനിയാഴ്ച രാവിലെ ഉണ്ടായ ശക്തമായ ഇടിമിന്നലിൽ 2 വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചു. വീട്ടുകാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വൈദ്യുതോപകരണങ്ങളും വൈദ്യുത സാമഗ്രികളും നശിച്ചു. മതിലിന്റെ ഒരു വശം തകർന്നു. മുളങ്ങാട്ടുകര വീട്ടിൽ കുട്ടപ്പന്റെയും പുതിയടത്ത് വീട്ടിൽ സദന്റെയും വീടുകളിലാണ് ഇടിമിന്നൽ പതിച്ച് നാശനഷ്ടമുണ്ടായത്. ശനിയാഴ്ച രാവിലെ 11 മണിയോടെ ഉണ്ടായ ശക്തമായ മഴയ്ക്കിടയിലായിരുന്നു സംഭവം. വലിയ മുഴക്കത്തോടെയാണ് ഇടിമിന്നൽ വീടുകളിൽ പതിച്ചതെന്ന് വീട്ടുകാർ പറഞ്ഞു. ഞാനും മകനും ഇവിടെ അകത്തിരിക്കുകയായിരുന്നു. മഴയുണ്ടായിരുന്നു, ഇടിവെട്ടും ഉണ്ടായിരുന്നു. ശക്തമായൊരു ഇടിവെട്ടിൽ ഈ ടൈലൊക്കെ പൊട്ടിത്തെറിച്ച് ഞങ്ങളുടെ പരിസരത്തൊക്കെ ഉണ്ടായി. പിന്നെ കറണ്ട് പോയി, ഒക്കെ കത്തിപ്പോയി. TVക്കൊന്നും പറ്റിയെന്ന് അറിയാൻ പറ്റില്ല, ഇപ്പോൾ കറണ്ടിൽ അറിയാൻ പറ്റില്ലല്ലോ. വയറിങ് കംപ്ലീറ്റ് പോയെന്ന് പറഞ്ഞ ഇലക്ട്രീഷ്യൻ വന്ന് മറ്റേ സാറ് വന്ന് പറഞ്ഞ KSB വന്നിട്ട് ഒരു അപ്രതീക്ഷിതമായ ശബ്ദത്തോടൊരു മുഴക്കാണ് മുമ്പ് കേട്ടത്. അതിന് അത് പിന്നീടാണ് മനസ്സിലായത് ഇടിവെട്ടാണെന്ന്. തുടർന്ന് പീസുകൾ, മീറ്റർ തുടങ്ങിയ വയറിങ്ങുകൾ, സ്വിച്ചുകളൊക്കെ നാശം സംഭവിച്ചിട്ടുണ്ട്. മതിൽ ഒരു 3-4 അതിൽ കൂടുതലോ ഇത് ഇടിഞ്ഞു പോയി. ഇത് കല്ലൂര് തൃക്കൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ വാർഡ് 18 പാറക്കാട് ഉന്നതിയിലാണ് ശക്തമായ ഇടിമിന്നലും മൂലം സദൻ പുതിയടത്തുനിന്ന് അവരുടെ വീട്ടിലും അതുപോലെ കുട്ടപ്പൻ മുളങ്ങാട്ടുകര എന്നിവരുടെ വീടുകളിലാണ് വീടുകൾക്ക് കേടുപാട് സംഭവിച്ചു. വൈദ്യുതിയുടെ മുഴുവനായും അവരുടെ കേടുപാട് സംഭവിച്ചിരിക്കുകയാണ് വീടുകളിൽ. ഈ പ്രദേശത്ത് പല സ്ഥലങ്ങളിലും വൈദ്യുതിയുമായി ബന്ധപ്പെട്ട് വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കേടുപാട് വലിയ ശക്തമാകുന്ന രീതിയിലുള്ള ഒരു മുഴക്കമെന്നാണ് നാട്ടുകാർ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കണ്ടറിയാം, മതിലുകളൊക്കെ ഇടിഞ്ഞു വീണു. വീടിൻ്റെ അകത്തു പോലും വന്ന് പൊട്ടിയൊരു സാഹചര്യം ഉണ്ടായിട്ടുള്ളതാണ്. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മുഴുവൻ സഹായങ്ങളും അധികൃതരുടെ ഭാഗത്ത് നമുക്ക് ഉണ്ടാവണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. നിലവിലിപ്പോൾ KSB അധികൃതരെ വിളിച്ച് അവർക്ക് അവരുടെ വൈദ്യുതിയുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ വയറുകളൊക്കെ കത്തി നശിച്ചേക്കാണ്. അപ്പോൾ അതൊക്കെ ശരിയാക്കുന്ന മുറയ്ക്ക് എത്രയും വേഗത്തിൽ കറണ്ട് പുനഃസ്ഥാപിക്കാം എന്നുള്ളതാണ് അവർ ഉറപ്പ് തന്നിട്ടുള്ളത്. KSBയുമായി ബന്ധപ്പെട്ട ആൾക്കാരിലും വില്ലേജ് അധികാരിയെ വിളിച്ച് വിഷയം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ പഞ്ചായത്ത് അധികാരിയെ വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. ഇത് ഒരു മനുഷ്യനാണെങ്കിൽ പോലും ഛിന്ന ഭിന്നമായി പോകുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിച്ചിട്ടുള്ളത്. തൃക്കൂർ പഞ്ചായത്തിലെ 18-ാം വാർഡിലെ പാറക്കാട്ട് ഉന്നതിയിൽ നമ്മുടെ സന്ദീപ് മെമ്പറുടെ വാർഡിലാണ് ഇപ്പോൾ ഇന്ന് അതിരാവിലെ ഇടിവെട്ട് കൊണ്ട് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുക. ഇപ്പോൾ 2 വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. അവരെ ഇലക്ട്രിക്കിൻ്റെ എല്ലാ ഉപകരണങ്ങളും കത്തി നശിച്ചു. അതുപോലെ തന്നെ ഇവർ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ്. എന്തായാലും ഇങ്ങനെയുള്ള അപകടങ്ങൾ നമുക്ക് ആർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ഇതിന് വന്നിട്ടുള്ള നഷ്ടങ്ങൾ നമ്മളത് തിങ്കളാഴ്ച, ഇന്നിപ്പോൾ മുടക്ക് ദിവസമാണ്, തിങ്കളാഴ്ച വില്ലേജിൽ നിന്നുള്ള ആളുകൾ വന്ന് ഇതിൻ്റെ നഷ്ടം കണക്കാക്കി ഇവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകണം. പഞ്ചായത്ത് ഈ കാര്യത്തിൽ എല്ലാ കാര്യത്തിലും നിങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പായിട്ട് ഞാൻ പറയുക. എന്തായാലും ഈ വീടിനെ പറ്റിയുള്ള കേടുകളും അതുപോലെ തന്നെ വീടിൻ്റെ ഉറപ്പ് പോലും ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. കാരണം പലയിടത്തും വിള്ളലുകൾ സംഭവിച്ചിട്ടുണ്ട്. അത്രയും ഭീകരമായ ഒരു ഇടിവെട്ടായിരുന്നു ഇന്ന് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഞങ്ങളെല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ട്. എന്താവശ്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാം കേട്ടോ. ഓക്കെ. ഇടിമിന്നലിൽ 2 വീടുകളിലെയും വൈദ്യുതി സർവീസ് വയറുകൾ, വീടിനുള്ളിലെ വയറിംഗ്, സ്വിച്ച് ബോർഡുകൾ എന്നിവ കത്തി നശിച്ചു. കൂടാതെ ടൈലുകൾ തകർന്നതോടൊപ്പം കുട്ടപ്പന്റെ വീടിന്റെ മതിലിന്റെ ഒരു ഭാഗവും ഇടിഞ്ഞു. സംഭവത്തെ തുടർന്ന് KSB അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. തൃക്കൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പോൾസൺ തെക്കുംപീടിക, പഞ്ചായത്ത് അംഗം സന്ദീപ് കണിയത്ത് എന്നിവർ സ്ഥലത്തെത്തി നാശനഷ്ടങ്ങൾ വിലയിരുത്തി.
അപകട വിവരം വില്ലേജ് ഓഫീസ് അധികൃതരെയും അറിയിച്ചിട്ടുണ്ട്. ശക്തമായ കാറ്റിലും മഴയിലും ആമ്പല്ലൂരിൽ വൈദ്യുത ലൈനിന് മുകളിലേക്ക് മരം ഒടിഞ്ഞു വീണു. അളഗപ്പ ടെക്സ്റ്റൈൽസിന്റെ ഉടമസ്ഥതയിലുള്ള പാർക്കിലെ മരം KSEBിക്ക് സമീപം വില്ലേജ് കോർട്ട് റോഡിലേക്കുള്ള വഴിയിലേക്കാണ് ഒടിഞ്ഞു വീണത്. ശനിയാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം. ഇതോടെ സമീപ പ്രദേശങ്ങളിൽ വൈദ്യുത തടസ്സം നേരിട്ടു. പഞ്ചായത്ത് അംഗങ്ങളും KSEB അധികൃതരും സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. ഇവിടെ ഇനിയും അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങളുണ്ടെന്നും മഴ തുടരുന്ന സാഹചര്യത്തിൽ അവ അടിയന്തരമായി മുറിച്ചു മാറ്റണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട്. ശക്തമായ മഴയെ തുടർന്ന് വട്ടനാത്രയിൽ കിണറിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു. മഞ്ഞളി പോളിന്റെ ഉടമസ്ഥതയിലുള്ള കിണറിലാണ് ശനിയാഴ്ച രാവിലെ 11 മണിയോടെ സംഭവം ഉണ്ടായത്. കനത്ത മഴയെ തുടർന്ന് സംരക്ഷണ ഭിത്തിയുടെ ഒരു വശത്തെ മണ്ണ് ഇളകി കിണറ്റിലേക്ക് പതിക്കുകയായിരുന്നു. ഇതോടെ കിണറിലെ വെള്ളത്തിന് നിറവ്യത്യാസവും അനുഭവപ്പെട്ടു. 4 കുടുംബങ്ങൾ ശുദ്ധജലത്തിനായി ആശ്രയിക്കുന്ന കിണറിന്റെ സംരക്ഷണ ഭിത്തിയാണ് തകർന്നത്. സംഭവം അറിഞ്ഞ് അളഗപ്പനഗർ പഞ്ചായത്ത് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ, വൈസ് പ്രസിഡന്റ് അലക്സ് ചുക്കിരി, പഞ്ചായത്ത് അംഗം വിജീഷ് കുമാർ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. പുതുക്കാട് മേൽപ്പാല നിർമ്മാണത്തിന്റെ ഭാഗമായി ഡ്രൈനേജിനായി കുഴിച്ചെടുത്ത മണ്ണ് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിക്ഷേപിക്കുന്നതിനിടെ ദേശീയപാതയിലേക്ക് മണ്ണ് ഒഴുകിയെത്തി. തുടർന്ന് ശക്തമായ മഴയും പെയ്തതോടെ കുറുമാലി മുതൽ പുതുക്കാട് വരെയുള്ള ദേശീയപാതയുടെ വലിയൊരു ഭാഗം ചെളിമയമായി. ചാലക്കുടി തൃശൂർ പാതയിലെ ഈ സാഹചര്യം വാഹനയാത്രികർക്ക് അപകട ഭീഷണി ഉയർത്തിയിരിക്കുകയാണ്. റോഡിന്റെ ഒരു വശം ചെളി നിറഞ്ഞതിനാൽ വാഹനങ്ങൾ വഴുതി വീഴാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇരുചക്ര വാഹന യാത്രികരാണ് കൂടുതൽ ആശങ്കയിലായത്. സംഭവത്തെ തുടർന്ന് അധികൃതർ ടാങ്കർ ലോറിയിൽ വെള്ളമെത്തിച്ച് റോഡിലെ ചെളി നീക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും അപകട സാധ്യത പൂർണ്ണമായും ഒഴിവാക്കാൻ കഴിഞ്ഞിട്ടില്ല. പ്രദേശത്ത് അടിയന്തര ശുചീകരണ നടപടികളും സുരക്ഷാ ക്രമീകരണങ്ങളും ശക്തമാക്കണമെന്ന ആവശ്യമാണ് നാട്ടുകാരും യാത്രക്കാരും ഉന്നയിക്കുന്നത്. ദേശീയപാത കുറുമാലിയിൽ ഗതാഗത കുരുക്ക് രൂക്ഷം. ദേശീയപാതയിലെ കുറുമാലി മുതൽ പുതുക്കാട് സിഗ്നൽ വരെ ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് രൂക്ഷമായ ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു. വാഹനങ്ങളുടെ നീണ്ട നിര രൂപപ്പെട്ടതോടെ യാത്രക്കാർ ഏറെ നേരം കുടുങ്ങിക്കിടന്നു. പുതുക്കാട് സെന്ററിൽ മേൽപ്പാല നിർമ്മാണത്തിന്റെ ഭാഗമായി ഡ്രൈനേജ് നിർമ്മാണത്തിനായി കുഴിച്ചെടുത്ത ഭാഗങ്ങളിൽ കോൺക്രീറ്റ് ബ്ലോക്കുകൾ സ്ഥാപിച്ചതിനെ തുടർന്ന് റോഡിന്റെ വീതി കുറഞ്ഞ് 2 വരിയായി ഗതാഗതം ക്രമീകരിക്കേണ്ടി വന്നതാണ് കുരുക്കിന് പ്രധാന കാരണമായത്. പുതുക്കാട് ആശുപത്രി റോഡിലും മണ്ണമ്പട്ട റോഡിൽ നിന്ന് ദേശീയപാതയിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ച വാഹനങ്ങൾക്കും വലിയ ബുദ്ധിമുട്ട് നേരിട്ടു. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി ഗതാഗതം നിയന്ത്രിച്ചതോടെ ദേശീയപാതയിലെ കുരുക്ക് ഒഴിവായി. കാറും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ അവിട്ടത്തൂർ സ്വദേശി ചികിത്സയിലിരിക്കെ മരിച്ചു. അവിട്ടത്തൂർ പൊഴലിപ്പറമ്പിൽ സനി എന്ന് വിളിക്കുന്ന ജോജിയാണ് മരിച്ചത്. 52 വയസ്സായിരുന്നു. മെയ് 22-ന് ഇരിങ്ങാലക്കുട പുല്ലൂർ കശുവണ്ടി ഫാക്ടറിക്ക് സമീപമായിരുന്നു അപകടം സംഭവിച്ചത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ജോജി 48 ദിവസമായി അബോധാവസ്ഥയിലായിരുന്നു. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്കിടെ വെള്ളിയാഴ്ച രാത്രി 10 മണിയോടെയായിരുന്നു മരണം. സംസ്കാരം ഞായറാഴ്ച രാവിലെ 11:30-ന് അവിട്ടത്തൂർ തിരുകുടുംബ പള്ളിയിൽ. ടീനയാണ് ഭാര്യ. സാനിയ, സൈന, സെറീന, സാന്റോണിയോ, സൈറ എന്നിവർ മക്കളാണ്. പാലപ്പിള്ളിയിൽ വളർത്തുമൃഗങ്ങളെ കൊന്നൊടുക്കിയതിനെ തുടർന്ന് പുലിയെ പിടികൂടാൻ വനം വകുപ്പ് കൂട് സ്ഥാപിച്ചു. ചക്കിപ്പറമ്പ് മലമ്പതി ഉന്നതി പ്രദേശത്ത് 10 ദിവസം മുൻപാണ് കൂടുവെച്ചത്. പുലിയെ നിരീക്ഷിക്കാൻ 5 ട്രാപ്പ് ക്യാമറകളും വനംവകുപ്പ് സ്ഥാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 1 മാസത്തിനിടെ കുണ്ടായി ചക്കിപ്പറമ്പ് മേഖലയിൽ 2 പശുക്കളെയും 3 വളർത്തുനായ്ക്കളെയും പുലി പിടിച്ചിരുന്നതായി വനം ഉദ്യോഗസ്ഥർ പറഞ്ഞു. പക്ഷേ ഇതിലും കൂടുതൽ വളർത്തുമൃഗങ്ങൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു. കാടിനോട് ചേർന്ന ഈ പ്രദേശത്ത് ആദിവാസി വിഭാഗങ്ങളും തോട്ടം തൊഴിലാളികളും താമസിക്കുന്നുണ്ട്. ഇവിടെ ഇടയ്ക്കിടെ പുലി ഇറങ്ങുന്നത് ഭീതിജനകമാണെന്നും തോട്ടം തൊഴിലാളികൾ പറയുന്നു. പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിച്ച വനംവകുപ്പിന്റെ നടപടി ആശ്വാസകരമാണെന്നും തൊഴിലാളികൾ പറഞ്ഞു. ദേശീയപാത അതോറിറ്റി പുതുക്കാട് മേൽപ്പാല നിർമ്മാണത്തിന് തുടക്കം കുറിച്ചത് വേണ്ടത്ര മുൻകരുതലുകളോ കൃത്യമായ ആസൂത്രണമോ ഇല്ലാതെയാണെന്ന് പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ആരോപിച്ചു. നിർമ്മാണ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നതായും ഭരണസമിതി കുറ്റപ്പെടുത്തി. മുൻകൂട്ടിയുള്ള മുന്നറിയിപ്പില്ലാതെ നിലവിലുള്ള സർവീസ് റോഡ് അടച്ചത് പൊതുജനങ്ങൾക്ക് ഏറെ പ്രയാസമുണ്ടാക്കിയിട്ടുണ്ട്. പദ്ധതിയുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്ഥാപന പ്രതിനിധികൾ, രാഷ്ട്രീയ സാമൂഹ്യ വ്യാപാര രംഗത്തുള്ളവർ എന്നിവരുമായി അധികൃതർ യാതൊരു ചർച്ചയും നടത്തിയിട്ടില്ലെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. മേൽപ്പാലത്തിന് ഇരുവശത്തുമായി നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ, ബാങ്കുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പോലീസ് സ്റ്റേഷൻ, ഫയർ സ്റ്റേഷൻ, ആശുപത്രി,
റെയിൽവേ സ്റ്റേഷൻ എന്നിവ സ്ഥിതി ചെയ്യുന്നുണ്ട്. നിർമ്മാണം പൂർത്തിയാകുമ്പോൾ ഈ സ്ഥാപനങ്ങളിലേക്കുള്ള വഴികൾ അടഞ്ഞുപോകുമെന്ന ആശങ്ക ശക്തമാണ്. പദ്ധതിയുടെ ഫൈനൽ ഡിസൈൻ പരസ്യപ്പെടുത്താതെ നിർമ്മാണ പ്രവർത്തനം മുന്നോട്ടു പോകുന്നത് ഗുണകരമാകില്ലെന്നും കൃത്യമായ ഡിസൈൻ ലഭ്യമാക്കിയാൽ മാത്രമേ ബദൽ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ കഴിയൂ എന്നും ഭരണസമിതി വ്യക്തമാക്കി. പരാതികൾ നേരിട്ട് ചർച്ച ചെയ്യുന്നതിനായി ദേശീയപാത അതോറിറ്റി അധികൃതരുമായി യോഗം ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്. വിഷയം ചർച്ച ചെയ്യാൻ സർവകക്ഷി യോഗം വിളിക്കാനും ആലോചനയുണ്ടെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ബാബുവും വൈസ് പ്രസിഡന്റ് കെ ജോജുവും അറിയിച്ചു. ഇനിയൊരു ഇടവേള. വാർത്തകൾ തുടരുന്നു. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും സംയുക്ത സംഘടനയായ FSTOയുടെ നേതൃത്വത്തിൽ ധവളപത്രം, ബജറ്റ്, കേരള വികസനം എന്ന വിഷയത്തിൽ കൊടകര ജംഗ്ഷനിൽ സായാഹ്ന സദസ്സ് സംഘടിപ്പിച്ചു. കേരള NGO യൂണിയൻ ജില്ലാ സെക്രട്ടറി PB ഹരിലാൽ ധർണ ഉദ്ഘാടനം ചെയ്തു. KGOA ജില്ലാ കമ്മിറ്റി അംഗം VN ഹരിറാം കുമാർ അധ്യക്ഷത വഹിച്ചു. NGO യൂണിയൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KM മഞ്ജേഷ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം MN ജീന, ഏരിയ സെക്രട്ടറി S നവീൻ എന്നിവർ പ്രസംഗിച്ചു. ആമ്പല്ലൂർ കുണ്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനാഘോഷം ജൂലൈ 14 നടക്കും. ആമ്പല്ലൂർ കുണ്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനാഘോഷം ജൂലൈ 14 നടക്കും. രാവിലെ വിശേഷ പൂജകൾ, നവകം, പഞ്ചഗവ്യം, ശ്രീഭൂതബലി, പൂമൂടൽ, ചതുശത നിവേദ്യം, സർവൈശ്വര്യ പൂജ, പ്രസാദ ഊട്ട്, വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം എഴുന്നള്ളിപ്പ് എന്നീ ചടങ്ങുകൾ നടക്കും. ചെങ്ങാലൂർ സ്നേഹപുരം സെന്റ് ജോസഫ് പള്ളിയിലെ പരിശുദ്ധ റോസാ മിസ്റ്റിക്ക മാതാവിന്റെ തിരുനാൾ ആഘോഷങ്ങൾ ഞായർ, തിങ്കൾ ദിവസങ്ങളിലായി ആഘോഷിക്കും. തിരുനാളിന്റെ ഭാഗമായി ഞായറാഴ്ച കൂട് തുറക്കൽ നടക്കും. രാവിലെ 6:30 വൈകിട്ട് 5:30 വിശുദ്ധ കുർബാന നടക്കും. വൈകിട്ട് പരിശുദ്ധ റോസാ മിസ്റ്റിക്ക മാതാവിന്റെ കപ്പേളയിലേക്കുള്ള പ്രദർശനവും നടക്കും. സ്വർഗീയ രാജ്ഞിയായ പരിശുദ്ധ അമ്മയെ സ്വർഗീയ അങ്കി അണിയിക്കലും കിരീടധാരണവും ലതീഞ്ഞും നൊവേനയും കൂടുതുറക്കലും ഉണ്ടായിരിക്കും. രാവിലെ 6:15 പള്ളിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കും. വൈകുന്നേരം 4:30 പരിശുദ്ധ റോസാ മിസ്റ്റിക്ക മാതാവിന്റെ കപ്പേളയിൽ വെച്ച് ആഘോഷമായ തിരുനാൾ കുർബാന, വിമലഹൃദയ പ്രതിഷ്ഠ, തൈലാഭിഷേകം, പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷ, ലതീഞ്ഞ്, നൊവേന, പ്രദക്ഷിണം, നേർച്ചകൂട്ട് എന്നിവ നടക്കും. വർണ്ണമഴയും ഉണ്ടായിരിക്കും. തിരുനാൾ കർമ്മങ്ങൾക്ക് ഫാദർ ഫെബിൻ ചിറയത്ത് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ പോൾ കള്ളിപ്പറമ്പൻ തിരുനാൾ സന്ദേശം നൽകും. മറ്റത്തൂരിൽ നിന്നും കൊടകരയിലേക്കുള്ള യാത്രക്കിടെ 30 ഗ്രാം തൂക്കം വരുന്ന കൈചെയിൻ നഷ്ടപ്പെട്ടു. കണ്ടുകിട്ടുന്നവർ കൊടകര പോലീസ് സ്റ്റേഷനിലോ 9846300753 എന്ന നമ്പറിൽ അറിയിക്കുക. കാലാവസ്ഥ. കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. അളഗപ്പനഗർ ത്യാഗരാജാർ പോളിടെക്നിക് കോളേജിലെ ലെക്ചറർ ഇലക്ട്രിക്കൽ തസ്തികയിൽ ഒഴിവിലേക്ക് സ്ഥിര നിയമനം നടത്തുന്നു. പ്രായം, യോഗ്യത, ശമ്പള സ്കെയിൽ എന്നിവ കേരള സർക്കാർ മാനദണ്ഡങ്ങൾക്കും ചട്ടങ്ങൾക്കും വിധേയമായിരിക്കും. അപേക്ഷാ ഫോം ഓഫീസിൽ നിന്നും 1000 രൂപയ്ക്ക് ലഭിക്കുന്നതാണ്. പൂരിപ്പിച്ച അപേക്ഷകൾ ആവശ്യമായ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് സഹിതം ജൂലൈ 22 ഉച്ചതിരിഞ്ഞ് 3 വരെ പോളിടെക്നിക് കോളേജ് ഓഫീസിൽ സ്വീകരിക്കുന്നതാണ്. ഫോൺ 0480 ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 13,230 രൂപയും പവന് 1,05,840 രൂപയും രേഖപ്പെടുത്തി. എറവക്കാട് നടുവിൽ പുരയ്ക്കൽ പരേതനായ കുട്ടൻ ഭാര്യ സരോജിനി അന്തരിച്ചു. 86 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. രാജൻ, ഗീത, കാർത്തിക, മുരളി, ജയൻ എന്നിവർ മക്കളും. മിനി, ചന്ദ്രൻ, സുരേഷ്, രജനി, പരേതയായ രജനി എന്നിവർ മരുമക്കളുമാണ്. ചെങ്ങാലൂർ കല്ലുപുള്ളി കുട്ടപ്പൻ ഭാര്യ നാരായണി അന്തരിച്ചു. 83 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പറപ്പൂക്കര മുത്രത്തിക്കര പരേതനായ കണ്ടേടത്ത് തങ്കപ്പ പണിക്കർ ഭാര്യ ആമ്പക്കാട്ട് കാർത്തിയായനി അമ്മ അന്തരിച്ചു. 88 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ശശികുമാർ, രാമദാസ്, ബേബി എന്നിവർ മക്കളും. രാജി, ശാന്തി, പരേതനായ രവീന്ദ്രനാഥ് എന്നിവർ മരുമക്കളുമാണ്. കൊളത്തൂർ കുഴിക്കാട്ടിൽ ശ്രീധരൻ നായർ അന്തരിച്ചു. 70 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച രാവിലെ 8 വീട്ടുവളപ്പിൽ. ഭാര്യ ശാന്ത, സന്ധ്യ, സൗമ്യ എന്നിവർ മക്കളും. സജീവൻ, സതീഷ് കുമാർ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും.
കല്ലൂർ പാറക്കാട് ഉന്നതിയിൽ ഇടിമിന്നലിൽ 2 വീടുകൾക്ക് നാശനഷ്ടം. വൈദ്യുതോപകരണങ്ങളും വൈദ്യുത സാമഗ്രികളും നശിച്ചു. ശക്തമായ കാറ്റിലും മഴയിലും ആമ്പല്ലൂരിൽ വൈദ്യുത ലൈനിന് മുകളിലേക്ക് മരം ഒടിഞ്ഞു വീണു. പട്ടണാത്രയിൽ കിണറിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു. ചെളിക്കുളമായി കുറുമാലി ദേശീയപാത, അപകടഭീതിയിൽ യാത്രക്കാർ. കാറും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ അവിട്ടത്തൂർ സ്വദേശി മരിച്ചു. മരണം എറണാകുളത്തെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.